മോർണിംഗ് ഓൾ. മനോഹരമായ പുതിയൊരു പ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ സാൻഡ്ബോക്സ് ടെക്നോളജീസ് എങ്ങനെയാണ് വ്യത്യസ്തരായ കസ്റ്റമേഴ്സിന്റെ മുൻപിൽ പ്രസന്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഡിസ്കഷൻ നടത്തുന്നത്. വളരെ വ്യത്യസ്തരായ വിഭാഗം കസ്റ്റമേഴ്സിനോട് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെ നിർബന്ധമായും നമ്മുടെ പ്രോസ്പെക്റ്റിംഗ് നടത്തേണ്ടതുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാത്രം അറിഞ്ഞു വിളമ്പിയാൽ മാത്രമേ അത് ഫലവത്താവൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ട് വിഭാഗം കസ്റ്റമേഴ്സിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. അതിലൊന്നാമത്തെ വിഭാഗം വിദ്യാർത്ഥികളാണ്, രണ്ടാമത്തെ വിഭാഗം അവരുടെ രക്ഷിതാക്കളാണ്. ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ രണ്ടുപേരെയും നമ്മൾ ഒരുമിച്ചിരുത്തി ഈ പ്രസന്റേഷൻ നൽകേണ്ടി വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് മൂന്നാമത് മറ്റൊരു രീതിയിലാണ്. ആദ്യം നമുക്ക് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെ നോക്കുമ്പോൾ ഒരു അക്കാദമിക് സിസ്റ്റത്തിൽ 3 രീതിയിലാണ് വിദ്യാർത്ഥികളെ കാറ്റഗറൈസേഷൻ ചെയ്യാറുള്ളത്. അത് 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ കാറ്റഗറൈസേഷൻ ഉണ്ട് എങ്കിലും ക്ലാസ് റൂം സിസ്റ്റത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിക്കവാറും 10ാം ക്ലാസ് മുതലാണ്. എന്ന് പറഞ്ഞാൽ ബിലോ ആവറേജ്, ആവറേജ് ആൻഡ് എബവ് ആവറേജ്. ഇത് സാമ്പത്തിക അവസ്ഥയല്ല, സാമൂഹിക അവസ്ഥയല്ല. കുട്ടികളുടെ മാർക്കിന്റെ മെറിറ്റിൽ അവരെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന മെത്തേഡാണ്. കുട്ടികളെ അധ്യാപകർ 3 വിഭാഗമായി തിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെ അവരുടെ സ്കോറിങ്ങിനെ മാനദണ്ഡമാക്കിയിട്ട് എസ്പെഷ്യലി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ക്വാർട്ടർലി എക്സാമിനെയും ഹാഫ് ഇയർലി എക്സാമിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജനുവരി ആദ്യ സമയത്ത് അവരെ 3 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്യും. ഒന്നാമത്തെ കാറ്റഗറി ബിലോ ആവറേജ്. ആ ബിലോ ആവറേജിന് വേണ്ടി ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് കൊടുത്തുകൊണ്ട് അവരെ പ്രത്യേകമായി കെയർ ചെയ്യും. അവിടെ സ്കൂളിന്റെ ടാർഗറ്റ് ഇവനെ ഏറ്റവും മിനിമം ലെവലിൽ എങ്ങനെ പാസ്സാക്കി സ്കൂളിന്റെ 100% മെയിൻറ്റെയിൻ ചെയ്യാം എന്നതാണ് അവരുടെ മുൻപിലുള്ള ചാലഞ്ച്. രണ്ടാമത്തെ വിഭാഗം വിദ്യാർത്ഥികൾ, അവരെ ഒന്ന് മോട്ടീവ് ചെയ്താൽ, അവരെ ഒന്ന് ലെവലപ്പ് ചെയ്താൽ അവർക്ക് മാക്സിമം റേഞ്ചിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. ഒരുപക്ഷെ 2 വിഷയത്തിലുള്ള A+ അവന് കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് അവിടുത്തെ ടാർഗറ്റ്. മൂന്നാമത്തെ വിഭാഗം വിദ്യാർത്ഥികൾ, അവർ ഏറ്റവും പൊട്ടൻഷ്യലുള്ള, IQ ലെവൽ കൂടുതലുള്ള, ക്ലാസ് റൂം സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ മെറിറ്റ് പരിഗണിക്കപ്പെടുന്ന, മെറിറ്റിലൂടെ കണ്ടിന്യൂസ് ആയി അഡ്മിഷൻ ലഭിക്കുന്ന ഒരു മൂന്നാമത്തെ കാറ്റഗറി. അവരെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് 100%ലേക്ക്, ഏറ്റവും ടോപ്പ് ലെവലിലേക്ക്, ഫുള്ളി A+ലേക്ക്, ഫുള്ളി A1ലേക്ക് ആ കുട്ടികളെ മാറ്റാവുന്ന ഒരു ഫോക്കസ് ആണ് സ്കൂളുകൾക്ക്, അധ്യാപകർക്ക് അവരുടെ മുകളിൽ ഉണ്ടായിരിക്കുക. ഇതാണ് ഒരു ക്ലാസ് റൂം സിസ്റ്റത്തിലെ, ഒരു സ്കൂളിംഗ് സിസ്റ്റത്തിലെ വിദ്യാർത്ഥികളെ 3 കാറ്റഗറിയാക്കി തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫോക്കസ് പോയിന്റ് ഈ 3 വിഭാഗത്തിൽ ആർക്കു വേണ്ടിയാണ് നമുക്ക് ഇത് നൽകാൻ കഴിയുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കസ്റ്റമർ പൊട്ടൻഷ്യലും. ഈ 3 വിഭാഗത്തിനും ഒരേപോലെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ സമ്മാനിക്കുവാൻ കഴിയും. പക്ഷെ ആദ്യം നമ്മൾ പ്ലാൻ കൊടുക്കുന്ന, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയുന്ന, അതല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അവയർനെസ് മാർക്കറ്റിംഗ് നടത്തുന്ന ടീമിനോട് അവരുടെ കുട്ടികളുടെ നിലവാരത്തെക്കുറിച്ചൊരു മിനിമം അവയർനെസ് നമുക്കുണ്ടായിരിക്കണം. എങ്കിലേ അതിനനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റൂ. എങ്ങനെ നമുക്ക് അവയർനെസ് കൊടുക്കാൻ, നമുക്ക് എങ്ങനെ ബേസിക് നോളജ് ഉണ്ടാക്കിയെടുക്കാം? ഏറ്റവും സിമ്പിൾ ആണ്. ക്രിസ്മസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, മാത്സിലെ മാർക്ക് എന്ന് ചോദിക്കുന്ന ഉത്തരം ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ഇവൻ ഏതു കാറ്റഗറിയിലാണ് ഉള്ളത് എന്ന്. അവിടെ നമ്മൾ കാറ്റഗറൈസേഷൻ വിധേയമാക്കുന്നു. എന്താണ് കാറ്റഗറൈസേഷൻ? ഈ 3 വിഭാഗം ആളുകൾ, ഈ 3 വിഭാഗം ആളുകളോട് എങ്ങനെയാണ് നമ്മുടെ പ്ലാൻ പറയേണ്ടത്? ഒന്നാമത്തേത്, ഏറ്റവും ബിലോ ആവറേജിലുള്ള, ഒരിക്കലും വിജയ സാധ്യത പ്രതീക്ഷിക്കാത്ത ഒരു വിഭാഗം. അവരുടെ മുൻപിൽ അവരോട് ഭംഗിയായി, ധൈര്യമായി നമുക്ക് ചോദിക്കാൻ പറ്റും,
എന്താണ് നിങ്ങളുടെ മുൻപിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന്. ആ ചാലഞ്ച് അവരോട് നമുക്ക് ചോദിക്കാനും അവർക്ക് പറയാനുമുള്ളത് ഒരേ ഉത്തരമാണ്. എല്ലാ പേപ്പറും പ്രശ്നമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് മാത്സ് ആണ്. Am I correct? ഏറ്റവും പ്രശ്നമുള്ളത് മാത്സ് ആണ് എന്ന ഉത്തരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ മുൻപിൽ ഭംഗിയായി ധൈര്യപൂർവ്വം ഇത് പറയാൻ കഴിയും. മാത്സ് ഇനി ഒരു പ്രോബ്ലം അല്ല. മാത്സിലെ ഓരോ പ്രോബ്ലവും ഇനി വളരെ ഈസി ആക്സസ് ആണ് എന്ന് ധൈര്യമായി നമുക്ക് അവരോട് പറയാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് മാട്രിക്സ് എന്ന പ്രോഡക്റ്റ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്നുള്ളത്. അതാണ് നമ്മുടെ മുമ്പിലെ ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി. ഏറ്റവും ബിലോ ആവറേജ് റേഞ്ചിലുള്ള വിദ്യാർത്ഥികളോട് നിങ്ങൾ മാട്രിക്സ് എന്ന പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്താണ്, മാത്സിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ ആ ഫോർമുല മുഴുവനായി പഠിക്കാതെ ആ ഫോർമുലയുടെ എല്ലാ പാറ്റേണിലൂടെയും കടന്നു പോവാതെ നിങ്ങൾക്ക് മിനിമം ലെവൽ പാസ് മാർക്ക് നേടുവാൻ, ക്വാളിഫൈ ചെയ്യുവാൻ എങ്ങനെ സാധ്യമാകും എന്ന ക്ലാരിറ്റിയാണ് ഒന്നാമത് ആ വിഭാഗം സ്റ്റുഡൻസിന് നമുക്ക് നൽകാൻ കഴിയുക. അവസാനം ഇന്ററാക്ഷൻ വേണമെങ്കിൽ കൂടുതൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. രണ്ടാമത്തെ വിഭാഗം ആവറേജ് റേഞ്ചിലുള്ള കുട്ടികളാണ്. ഈ ആവറേജ് റേഞ്ചിലുള്ള മക്കളോട് നമുക്ക് ധൈര്യമായി പറയാം, നിങ്ങൾക്ക് ഏറ്റവും ഫിയർ ഉള്ള ടോപ്പിക് ഏതാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്രൈസ് അനുഭവിക്കുന്ന വിഷയം ഏതാണ്, നിങ്ങൾ തോൽക്കുമോ എന്ന് ഭയപ്പെടുന്ന പ്രശ്നം ഏതാണ്. അവരുടെ ഉത്തരം സ്വാഭാവികമായും മാത്സ് ആണ്. വളരെ അപൂർവമായ ചില കുട്ടികൾക്ക് മാത്രമാണ് മാത്സ് അല്ലാത്ത, ഒരുപക്ഷെ 100-ൽ 2 കുട്ടികൾക്ക് ഹിന്ദി ആയിരിക്കും പ്രോബ്ലം മാത്സിനെക്കാളും. 100-ൽ 3 കുട്ടികൾക്ക് തീരെ സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലാത്ത, പൂർണ്ണമായി ഇൻട്രാ പേഴ്സണാലിറ്റി ഉള്ള കുട്ടികൾ ഒരുപക്ഷെ അവർക്ക് സോഷ്യൽ ആയിരിക്കും മാത്സിനേക്കാൾ പ്രശ്നം. പക്ഷെ 98% കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കോമൺ പ്രോബ്ലമാണ് മാത്തമാറ്റിക്സ് എന്നുള്ളത്. കാരണം അതിനകത്ത് ചെയ്യുന്ന വർക്കുകളുടെ പേര് തന്നെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ്. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന ചർച്ചയിൽ പ്രോബ്ലമായി തന്നെ അവർക്ക് പലപ്പോഴും നിൽക്കുന്നു. അവർക്കുള്ള ഏറ്റവും നല്ല പരിഹാരമാണ്, ഏറ്റവും നല്ല ക്യാപ്സ്യൂൾ പാറ്റേൺ ആണ് നമ്മൾ നൽകുന്ന മാട്രിക്സ് എന്ന പ്രോഡക്റ്റും അതോടൊപ്പം നമ്മൾ അതിനോട് ചേർന്ന് നൽകുന്ന ഓരോ ക്ലാസ്സിന്റെയും SSLC മുതൽ 10th CBSE മുതൽ മുകളിലേക്ക് നമ്മൾ നൽകുന്ന എല്ലാവിധ സപ്പോർട്ടും. ഇപ്പോൾ നമ്മുടെ ഫോക്കസ് പോയിന്റിലുള്ളത് മാട്രിക്സ് എന്ന പ്രോഡക്റ്റിന് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളാണ്. അതല്ലാത്ത കോഴ്സുകൾക്ക് നമ്മുടെ ഫോക്കസ് പോയിന്റ് 10th മുതൽ മുകളിലേക്കുള്ള കുട്ടികളാണ്. ക്ലിയർ ആകുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി സ്റ്റുഡൻസിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. മൂന്നാമത്തെ ഒരു കാറ്റഗറി, നല്ല മാർക്കുണ്ട്, കുഴപ്പമില്ല, ഞാൻ ടോപ്പ് ലെവലാണ്, ക്ലാസ്സിലെ ഇന്ന റേഞ്ചിലാണ് ഉള്ളത് എന്നൊക്കെ പറയുന്ന, അക്കാദമികമായി ഏറ്റവും ബെസ്റ്റ് മെറിറ്റിൽ നിൽക്കുന്ന ഏറ്റവും ടോപ്പ് ലെവൽ കുട്ടികൾ. ആ കുട്ടികളെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പരീക്ഷാ സമയം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിനും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉത്തരം നൽകാൻ കഴിയാറുണ്ടോ എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന മറുപടി, അരമണിക്കൂർ കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന മേഖലയിൽ കൂടി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. അതെന്തുകൊണ്ട് കിട്ടിയില്ല? ഈ അനുവദിക്കപ്പെട്ട സമയത്തിനകം അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട പേപ്പറുകളുണ്ട്. ആ പേപ്പറുകൾ ഏതാ? സോഷ്യല്, ലാംഗ്വേജ് തുടങ്ങിയ പേപ്പറുകൾ. എന്നാൽ ഡീറ്റെയിൽസ് ആവശ്യമില്ലാത്ത, ഉത്തരങ്ങൾ മാത്രം കണ്ടെത്തേണ്ടുന്ന ചില പാറ്റേണുകളുണ്ട്, ചില സബ്ജക്റ്റുകളുണ്ട്. കെമിസ്ട്രി പോലെ, മാത്സ് പോലെ, ഫിസിക്സ് പോലെയുള്ള മേഖലകൾ. അവിടെയാണ് നമുക്ക് മാട്രിക്സ് എന്ന പ്രോഡക്റ്റ് എങ്ങനെ ഈ പ്രീമിയം സ്റ്റുഡൻസിനോട്, മീൻസ് മെറിറ്റിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കുട്ടികളോട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഈ സമയത്തിനകം നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിന്റെ ഫോർമുലയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ കടന്നു പോയാൽ ഒരു പക്ഷേ അത് പ്രാക്ടിക്കൽ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ മാത്സിലെ ഏറ്റവും അവസാനം വരുന്ന 6 ചോദ്യങ്ങൾക്ക്, ആ 6 ചോദ്യങ്ങൾക്ക് ഈ ഉത്തരം എങ്ങനെ കിട്ടി എന്ന പാറ്റേൺ കൂടി അവിടെ നിർബന്ധമാണ്. അവിടെയാണ് നമ്മൾ അവരെ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കേണ്ടത്. 50 ചോദ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എങ്കിൽ അവസാനത്തെ 6 ചോദ്യത്തിന് ഉത്തരം മാത്രം എഴുതിയാൽ പോരാ. അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഉത്തരം എങ്ങനെ കിട്ടി, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകൾ എന്താണ് എന്ന് അവിടെ എഴുതണം.
ഇതിനാണ് പലപ്പോഴും കുട്ടികൾക്ക് സമയം കിട്ടാതിരിക്കുക. എന്നാൽ ഇതിനാണ് ഏറ്റവും ടോപ്പ് മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുകയും ചെയ്യുക. ക്ലിയർ ആണല്ലോ? എന്നാൽ അര മാർക്ക് മുതൽ, ഫോർ എക്സാമ്പിൾ 5+2 ഇൻറ്റു എന്ന ഹോൾ സ്ക്വയർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഫസ്റ്റ് വന്നാൽ ബ്രാക്കറ്റിൽ 4 ഉത്തരങ്ങൾ ഉണ്ടാവും. ഈ 4 ഉത്തരങ്ങൾ അതിനകത്ത് നേരിട്ട് എഴുതാൻ പറ്റുന്നല്ല. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിൽ വർക്ക് സ്പേസ് എന്നൊരു ഭാഗം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ വർക്ക് സ്പേസിൽ എഴുതി 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 ഒരു 4 മിനിറ്റ് വർക്കൗട്ട് ചെയ്താൽ ഈ 4-ൽ നിന്ന് ഏതാണ് ശരി ഉത്തരം എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയും. അതാണെങ്കിൽ അര മാർക്കിന്റെയോ 1 മാർക്കിന്റെയോ ചോദ്യമായിരിക്കും. ഇതിനും അവസാനമുള്ള 5 മാർക്കിനും എഴുതേണ്ട പാറ്റേൺ വ്യത്യാസമുണ്ട് എന്ന് ചോദിച്ചാൽ രണ്ടിനും വിദ്യാർത്ഥി എൻഗേജ് ചെയ്യേണ്ട സമയം ഒന്നു തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ ബൈജു സാർ? രണ്ടിനും എൻഗേജ് ചെയ്യേണ്ട സമയം ഒന്ന് തന്നെയാണ്. അവിടെയാണ് നമ്മൾ ഇവരെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പിടിക്കേണ്ടത്. അവിടെ പിടിക്കേണ്ട വിഷയം ഇതാണ്. ആദ്യത്തിൽ വരുന്ന 20 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചിലവഴിക്കുന്ന സമയം എസ്എ പാരഗ്രാഫിന് നിങ്ങൾക്കുള്ള ടൈം ലോസ് ആണ്. ഈ ആദ്യത്തെ 20-25 ചോദ്യങ്ങൾ കുറഞ്ഞ സമയത്തിനകം ആൻസർ ചെയ്യണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഏറ്റവും മികച്ച വഴി ഈ ഫോർമുലകളിലൂടെ കടന്നു പോവാതിരിക്കലാണ്. കാരണം ഉത്തരത്തിൽ എവിടെയും ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിശദീകരിക്കേണ്ടതില്ല. എന്താണ് ആ ഉത്തരം മാത്രമേ നൽകേണ്ടതുള്ളൂ. പരസ്പരം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് എങ്കിൽ രണ്ടു സൈഡിന് ചേരുപടി ചേർക്കുവാനുള്ളതാണ് എങ്കിൽ ഇവിടെയൊക്കെ ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കാനേ ഉള്ളൂ. പക്ഷെ ആ ലൈൻ കൊടുക്കാനുള്ള വർക്കൗട്ട് ചെയ്ത് നോക്കണമെങ്കിൽ 5 ക്വസ്റ്റ്യൻസിന്റെ പരസ്പരമുള്ള എ ആൻഡ് ബി മാച്ച് ചെയ്യുകയാണ് എങ്കിൽ അവിടെ സ്വാഭാവികമായും അതിന് അവർക്ക് 20 മിനിറ്റ് സമയം ചിലവാകും. അതിനു പകരം ഈ പാറ്റേണിലൂടെ, ഈ ഈസി ട്രിക്കിലൂടെ എങ്ങനെ അതിന്റെ ഉത്തരം കണ്ടെത്താം എന്ന ഫോർമുല ട്രിക്സ് അവർ പഠിക്കുകയാണ് എങ്കിൽ ആദ്യത്തെ 20 ചോദ്യങ്ങൾക്ക് വളരെ ഈസിയായി വേഗത്തിൽ അവർക്ക് ഉത്തരം നൽകുവാൻ കഴിയും. ഇത് ഏറ്റവും അവസാനമുള്ള പാരഗ്രാഫ് ആൻഡ് എസ്സേ ക്വസ്റ്റ്യൻസുകൾക്ക് ഏറ്റവും സിമ്പിളായി സമയത്തിനകം ഇരുന്നു കൊണ്ട് അവർക്ക് പരീക്ഷ സമയത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിയും. ഈ കുട്ടികളോട് ചോദിക്കേണ്ട ചില ഫീലിങ്സ് ക്രിയേഷനുകളുണ്ട്. ആ ചോദ്യം ഇതാണ്: ലാസ്റ്റ് ബെല്ലടിച്ചു, ഫൈനൽ ബെല്ലടിച്ചു, എന്നിട്ട് പേപ്പർ ടൈ കെട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിനുശേഷം ഒരു ലാസ്റ്റ് പേപ്പർ വാങ്ങാനുള്ള ബെല്ലടിക്കുമ്പോൾ നിങ്ങളും അധ്യാപകരും തമ്മിൽ പേപ്പറിന് വേണ്ടി മൽപ്പിടുത്തം നടത്താറുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില മാർക്ക് നഷ്ടപ്പെട്ട ഇന്നലകളെ സ്വാഭാവികമായും ആ കുട്ടി ഓർത്തെടുക്കും. ഈ ഇമോഷനിൽ നിന്നാണ് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചെടുക്കേണ്ടത്. അവരുടെ ജീവിതത്തിന്റെ ക്രൈസിസ് സ്റ്റേജുകളിലൂടെ നമ്മുടെ പ്രസന്റേഷൻ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സിൽ വരും, ശരിയാണ്, എനിക്ക് അവസാനത്തെ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്തത് ആദ്യത്തിലുള്ള ഈ ചോദ്യങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം വേസ്റ്റ് ആക്കിയത് കൊണ്ടാണ്. അത് വേസ്റ്റ് ആക്കാതെ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട് എങ്കിൽ ഇതൊരു നല്ല മെത്തേഡാണല്ലോ, നല്ല പാറ്റേൺ ആണല്ലോ. നമ്മുടെ മാട്രിക്സിന്റെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയ ആദ്യത്തെ 2 വീഡിയോസ് എടുത്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കുട്ടികൾക്ക് അത് മനസ്സിലാവും. മാത്സിന്റെ 10th-ലെ 10ാം ക്ലാസ്സിലെ ആദ്യ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രോബ്ലംസ് ആണ് അതിൽ ഏറ്റവും ആദ്യം നൽകിയിട്ടുള്ളത്, ഫ്രീ വേർഷൻ നൽകിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഇത് കാണുന്ന ഒരു കുട്ടി നോർമലി ക്ലാസ് റൂം എൻവിയോൺമെന്റിലൂടെ ഇതിന് ഉത്തരം കണ്ടെത്തിയ മെത്തേഡ് അവന്റെ മനസ്സിലുണ്ടാകും. എന്നാൽ ഈ ഓപ്ഷൻ കാണുമ്പോൾ ഓ, ഇതിത്ര സിമ്പിൾ ആയിരുന്നോ എന്ന് അവരെ എക്സൈറ്റിംഗ് ചെയ്യിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യണം എന്ന ചോദ്യം അവന്റെ മനസ്സിൽ തന്നെ ആ ചോദ്യവും ഉത്തരവും വരും എന്നതാണ് നമ്മുടെ മുൻപിലുള്ള സാധ്യത. ഇതാണ് വിദ്യാർത്ഥികളോട് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട 3 സ്റ്റുഡൻസ് ക്ലാസിഫിക്കേഷൻ ഓറിയന്റഡ് ആയ അവയർനെസ്സുകൾ. ഇനി രണ്ടാമത്തെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഭാഗം, സ്റ്റുഡൻസിനോട് 2 രീതിയിൽ നമുക്ക് ഇതിനെ അവതരിപ്പിക്കുവാൻ കഴിയും. ഒന്നാമത്തേത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ മെത്തേഡ് സെൽഫ് യൂസിങ് ആണ്. നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഏറ്റവും ബെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമാണ് സാൻവോസിറ്റിയുടെ മാട്രിക്സ് എന്ന പ്രോഡക്റ്റ്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള 10th സ്റ്റേറ്റ്, 10th CBSE, +1 ആൻഡ് +2 സയൻസ്, ബയോളജിക്കൽ സയൻസ് തുടങ്ങിയ
വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ്? നമ്മളിവിടെ ബയോളജിക്കൽ സയൻസിനെ ഫോക്കസ് ചെയ്യുന്നത്. മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലകളാണ് ഏറ്റവും കൂടുതൽ മെറിറ്റുള്ള കുട്ടികൾ കടന്നു വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് രംഗത്തേക്കാണ് അക്കാദമികമായി മെറിറ്റുള്ള. ഇന്നതിന്റെ ട്രെൻഡ് നാഷണൽ ലെവലൊക്കെ കുറച്ച് മാറി വരുന്നുണ്ട് എങ്കിലും സൗത്ത് ഇന്ത്യയിൽ ഒരിക്കലും ആ ട്രെൻഡ് ഇതുവരെ മാറിയിട്ടില്ല. എന്താണ് ട്രെൻഡ്? ഒരു കുട്ടി ഫുൾ A+ വാങ്ങി, അവൾ ഹ്യൂമാനിറ്റീസിന് ജോയിൻ ചെയ്താൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സ് വരെ ചോദിക്കും, ഫുൾ A+ എന്തായിട്ട് ഹ്യൂമാനിറ്റീസിന് ജോയിൻ ചെയ്തണോ, സയൻസിന് ജോയിൻ ചെയ്തൂടെ എന്ന് ആ കുട്ടിയോടും രക്ഷിതാവിനോടും പ്രിൻസിപ്പളും അധ്യാപകരും വരെ ചോദിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറിറ്റുള്ള കുട്ടികൾക്ക് +1 +2 സയൻസ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ നമുക്ക് എങ്ങനെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം? എങ്ങനെ കണക്ട് ചെയ്യാം? 10th നിങ്ങളുടെ മാർക്ക് +1 അഡ്മിഷന് മാത്രം ബാധകമായതാണ്. ശ്രദ്ധിക്കണേ, 10th നിങ്ങളുടെ മാർക്ക് +1 അഡ്മിഷന് മാത്രം ബാധകമായതാണ്. എന്നാൽ +1 +2 നിങ്ങളുടെ മാർക്ക് എൻട്രൻസിന്റെ ഒരു ക്രൈറ്റീരിയയാണ്. നിങ്ങൾക്ക് +1 +2 എത്ര മാർക്ക് കിട്ടി എന്നതിന്റെ പെർസെൻറ്റേജ് എൻട്രൻസ് പരീക്ഷയിൽ നിങ്ങളുടെ മെറിറ്റ്, നേരത്തെ അത് മാനദണ്ഡമായിരുന്നില്ല. നേരത്തെ എൻട്രൻസിന്റെ പരീക്ഷ മാത്രമായിരുന്നു മാനദണ്ഡം. ഇപ്പോൾ അതിന്റെ മാനദണ്ഡം +1 +2 നിങ്ങൾക്ക് കിട്ടിയ മാർക്കിന്റെ പെർസെൻറ്റേജ് നിങ്ങളുടെ എൻട്രൻസിന്റെ ഒരു പ്രിവിലേജ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സായി എൻട്രൻസിന് അച്ചീവ് ചെയ്യാനുള്ള അവസരം കിട്ടുക എന്നതല്ല, ഇതിലെ ഒരു മാർക്ക് നിങ്ങൾ പിന്നീടുള്ള റിപ്പീറ്റിലോ എൻട്രൻസ് എക്സാമിലോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റാങ്ക് അല്ല. MBBS എന്ന ഓപ്ഷൻ മാറി BDS ആവാനുള്ള കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മാത്സിൽ നഷ്ടപ്പെട്ട ഒരു മാർക്ക് ആയേക്കാം. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് മാത്സിൽ നഷ്ടപ്പെട്ട ഒരു മാർക്ക് എൻട്രൻസ് പരീക്ഷ എഴുതി നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു മാർക്ക് കുറഞ്ഞാൽ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻ നഷ്ടപ്പെട്ടേക്കാം. MBBS നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻ നഷ്ടപ്പെട്ടേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻ നഷ്ടപ്പെട്ടേക്കാം. ഇതാണ് നമ്മൾ അവരെ ഫിയർ ഓറിയന്റഡ് ആയി കൃത്യമായി നമ്മൾ അവർക്ക് ടാർഗറ്റ് കൊടുക്കേണ്ടത്, അവർക്ക് പ്ലാൻ കൊടുക്കേണ്ടത്. ഇത് പഠിക്കുവാൻ വേണ്ടി സെൽഫ് യൂസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നമ്മൾ നൽകേണ്ട പ്രസന്റേഷനിലെ ഫോക്കസ് കണ്ടന്റുകളാണ്. എന്നാൽ ഇതോടൊപ്പമുള്ള രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ നമ്മുടെ പ്രസന്റേഷൻ എന്താ? അത് റെഫറൻസിന് വേണ്ടി പ്രൊമോട്ടേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്, ആ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ID ആക്ടിവേഷൻ ത്രൂ ആയിക്കൊള്ളണമെന്നില്ല, ഇതിന്റെ ഡയറക്റ്റ് സെല്ലിംഗ് മോഡ് ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഇത് വാങ്ങുന്നു, നിങ്ങളുടെ കൂടെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഇത് റെഫർ ചെയ്താൽ, നിങ്ങളുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിന് 500 രൂപ ബെനിഫിറ്റ് ലഭിക്കും. ഏറ്റവും സിമ്പിൾ. ആ പ്ലാൻ പ്രസന്റേഷൻ അവിടെ അവസാനിക്കുന്നു. ഐ റിപ്പീറ്റ്, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടികളോട് നിങ്ങൾ ഇത് പറഞ്ഞ് ആ ക്ലാസ്സിലെ 40 കുട്ടികളിൽ നിന്ന് 5 പേർ ഇത് തിരക്കേണ്ടില്ലല്ലോ, നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾ അതിന്റെ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്താൽ അതിൽ നിന്ന് ഒരു 5 കുട്ടികൾ വാങ്ങിയാൽ നിങ്ങൾക്ക് 2500 രൂപ കിട്ടും. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. അവിടെ കൊണ്ട് അവസാനിപ്പിക്കണം അവരോടുള്ള പ്ലാൻ പ്രസന്റേഷൻ. അതിന്റെ അങ്ങോട്ടുള്ള വേറെ അവരുടെ ഡ്യൂപ്ലിക്കേഷനോ സെക്കൻഡ് ലെവൽ ജനറേഷനോ ഒന്നും ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് അറിയാത്ത വിദ്യാർത്ഥികളോട് സംസാരിക്കേണ്ടതല്ല. യെസ്. എന്നാൽ നെറ്റ്വർക്കേഴ്സ് ആയ ആളുകൾ അവരുടെ മക്കളോടൊത്താണ് നമ്മൾ ഈ പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കുന്നത് എങ്കിൽ അവർക്ക് ഇതിന്റെ ഒരു നെറ്റ്വർക്കിംഗ് കൾച്ചർ അവർക്ക് അറിയാം, ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഒരു പൊട്ടൻഷ്യൽ അവർക്കറിയാം. അവർക്ക് അങ്ങനെ ഒരു ഹെറിഡിറ്റിക്കൽ ഫാക്ടർ, പാരമ്പര്യമായി ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയവരാണ് എങ്കിൽ അത്തരം കുട്ടികളോട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ നെക്സ്റ്റ് ലെവൽ ഓപ്പർച്യൂണിറ്റിയും നെക്സ്റ്റ് ലെവൽ ബെനിഫിറ്റിനെ കുറിച്ചും സംസാരിക്കുവാൻ കഴിയും. എന്നാൽ അല്ലാത്ത കുട്ടികളോട് ഏറ്റവും സിമ്പിളായി നിങ്ങളുടെ ക്ലാസ്സിലുള്ള മക്കളോട് എന്താണ് ഓപ്പർച്യൂണിറ്റി, അതൊരിക്കലും ഒരു നെറ്റ്വർക്കറിന് പോയി ചെയ്യാൻ കഴിയുന്നതല്ല. അവരുടെ ഗ്രൂപ്പുകളിൽ ഈ വിദ്യാർത്ഥികളുണ്ട്. മാത്സുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്ന സമയത്ത് മാത്സിന്റെ പ്രോബ്ലങ്ങൾ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് പഠിക്കുന്നത്,
അതുകൊണ്ട് തന്നെ എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഈസിയായി ഇത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നു എന്ന ഒരു ഷെയറിങ് മതി. എന്താണത് എന്ന് തിരിച്ചു ചോദിക്കുവാനുള്ള ഒരു 10 ക്വസ്റ്റ്യനിങ് നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കിത് മറ്റുള്ളവരോട് റെഫർ ചെയ്യാം, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളോട് ഇത് പറയാം, അധ്യാപകരോട് ഇത് പറയാം, മാത്സിന്റെ ടീച്ചറോട് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നു, അത് എത്ര റിസൾട്ട് ആണെന്ന് അറിയുമോ എന്ന് പറഞ്ഞ് ടീച്ചറിന്റെ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ സ്വാഭാവികമായും ആ ടീച്ചർ എക്സൈറ്റഡ് ആകും. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അവർ അതിൽ കാണുന്ന മുഖം നമ്മുടെ ഫാക്കൽറ്റി സലീം ഫൈസൽ സാറ് അധ്യാപക രംഗത്തുള്ള ഏറ്റവും നിപുണരായ ആളുകൾക്ക് ഈ വിഷയത്തിൽ കോച്ചിങ് കൊടുക്കുന്ന ഫാക്കൽറ്റിയാണ്. കേരളത്തിൽ അക്കാദമിക രംഗത്ത് പെർഫോം ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട്, എൻട്രൻസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട്, ട്യൂഷനുകളുമായി ബന്ധപ്പെട്ട്, ഗവൺമെന്റ് സർവീസിലുള്ള ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് ഇവർക്കൊക്കെ അറിയുന്ന, നിലവിൽ ഏറ്റവും എസ്റ്റാബ്ലിഷ് ആയി ഗവൺമെന്റ് സർവീസിലുള്ള ഏറ്റവും പൊട്ടൻഷ്യലുള്ള ഒട്ടുമിക്ക അധ്യാപകർക്കും അറിയുന്ന NIT-യിലടക്കം UGC-യുടെ അണ്ടറിൽ കോളേജ്, ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് കോളേജ് ലെക്ചേഴ്സിനും UGC-യുടെ അണ്ടറിൽ വരുന്ന NIT-യുടെ കീഴിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ടീച്ചേഴ്സ് വർക്ക്ഷോപ്പുകളിൽ ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 100 ടീച്ചേഴ്സിന് വേണ്ടി NIT എല്ലാ വർഷവും 2 തവണ സംഘടിപ്പിക്കാറുള്ള പ്രാക്ടിക്കൽ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് വർക്ക്ഷോപ്പിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയ പൈലറ്റ് ഫാക്കൽറ്റി കൂടിയാണ് ബഹുമാനായ നമ്മുടെ സലീം ഫൈസൽ സാറ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഈ അധ്യാപകർക്ക്, ഒട്ടുമിക്ക ടീച്ചേഴ്സിനും പരിചയമുള്ളതാണ് എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. ഈ വിഷയത്തിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല മാത്സിന്റെ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് നടത്തിയ, എന്താ അതിനൊരു പേരുണ്ട്, മാത്സുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് ചെയ്യുന്നതിന്റെ, അതിന്റെ സൗത്ത് ഇന്ത്യയിലെ അവാർഡ് പേഴ്സൺ ആണ് സലീം ഫൈസൽ. ഏറ്റവും ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടിയ വ്യക്തിയാണ് സലീം ഫൈസൽ. ഏറ്റവും സന്തോഷമുള്ള കാര്യം, നമ്മുടെ കമ്പനിയുടെ പ്രോഗ്രാം നടന്ന ഗോകുലം കൺവെൻഷൻ സെന്ററിൽ ഇൻസ്പയർ കേരളയുടെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് ഈ 15-ന് നമ്മുടെ സലീം ഫൈസൽ സാറിന് ലഭിക്കുകയാണ്. കേരള ബെസ്റ്റ് ടീച്ചർ അവാർഡ് അദ്ദേഹത്തിന് ഈ വർഷം ലഭിക്കുന്നു. ഇതുപോലെയുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റികൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിയെക്കുറിച്ച്, നമ്മുടെ ഫാക്കൽറ്റിയെ കുറിച്ച് ഏറ്റവും റെപ്യൂട്ടഡ് ആയി ടീച്ചേഴ്സിന് മുമ്പിൽ കുട്ടികൾക്കും നമുക്കും അവതരിപ്പിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ മുമ്പിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. ഇതാണ് സ്റ്റുഡൻസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വിഷയം. ഒന്നാമത്തേത്, ഇതിന്റെ യൂസിങ് കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ ബിലോ ആവറേജ്, ആവറേജ് ആൻഡ് അബവ് ആവറേജ്. രണ്ടാമത്തേത്, ഇതിൽപ്പെട്ട ഏതു കാറ്റഗറി കുട്ടികളാണ് എങ്കിലും അവർക്ക് നെക്സ്റ്റ് ടീമിനോട്, അടുത്ത ഒരു ഫ്രണ്ട്സിനോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്, ഞാൻ നേരത്തെ പറഞ്ഞ 3 കാറ്റഗറി സ്റ്റുഡന്റ്, ഒന്ന് ബിലോ ആവറേജ്, 2 ആവറേജ്, മൂന്നാമത്തേത് അബവ് ആവറേജ്. ഇതിൽ റെഫറലിനു വേണ്ടി നമ്മൾ ഒരു വിഭാഗത്തെ മാത്രമേ ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ. ബിലോ ആവറേജ് വിദ്യാർത്ഥികൾ ഓൾറെഡി ക്ലാസ്സിലെ ഏറ്റവും പിന്നോക്കക്കാരാണ്, അതിന്റെ ഒരുപാട് മാനസികമായ സംഘർഷം അനുഭവിക്കുന്നവരാണ്. അവർക്കൊരിക്കലും മാത്സ് നന്നായി പഠിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുവാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഹലോ, കാരണം അവർ ഓൾറെഡി ഈ രംഗത്ത് ഫെയിലിയർ പാർട്ടിലാണുള്ളത്. അവർക്കൊരിക്കലും ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറയാൻ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല. അതാണ് അവരുടെ മുമ്പിലുള്ള ഒന്നാമത്തെ ചാലഞ്ച്. ഇനി അതിലെ പ്രീമിയം സ്റ്റുഡൻസ്, മീൻസ് IQ രംഗത്ത് ടോപ്പ് ലെവൽ നിൽക്കുന്ന, ക്ലാസ്സിലെ ടോപ്പ് റേഞ്ചിലുള്ള ഒരു 8 or 10 കുട്ടികൾ, ഈ കുട്ടികളുടെ സൈക്കോളജി എന്താന്ന് വെച്ചാല്, അവർ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ, ഏതെങ്കിലും ഒരു ട്യൂഷനിൽ, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ട്യൂട്ടറിംഗ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരാളോടും പങ്കുവെക്കില്ല. അത് ആ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു സൈക്കോളജിയാണ്, ആ റേഞ്ചിലുള്ള കുട്ടികളുടെ. കാരണം ഞാൻ ക്ലാസ്സിലെ ടോപ്പർ ആവുക എന്നതാണ്, എന്റെ കൂടെയുള്ളവർക്ക് എന്റെ അത്ര മെറിറ്റ് കിട്ടരുത് എന്നാണ് അൾട്ടിമേറ്റ്ലി അതിൽപ്പെട്ട വലിയൊരു വിഭാഗം കുട്ടികളുടെ മൈൻഡ്. ഹലോ, ക്ലിയർ ആകുന്നുണ്ടല്ലോ? അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ അസോസിയേറ്റ് ചെയ്താൽ മറ്റൊരാളോട് അവരത് ഷെയർ ചെയ്യില്ല. അവർ ഷെയർ ചെയ്യും എപ്പോന്നറിയാം, ടോപ്പ് അച്ചീവ്മെന്റ് കിട്ടി, അതിന്റെ ഇന്റർവ്യൂയോ
അതിന്റെ അവർക്കുള്ള അവാർഡ് പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ അവരിത് ഔട്ട് ചെയ്യും. അതുവരെ അവരെന്ത് ചെയ്യില്ല, ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് മറ്റൊരാളോട് നോർമലി സംസാരിക്കില്ല. അപ്പൊ നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആവറേജ് ഉള്ള കുട്ടികളെയാണ്. റഫറൽസിന് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം അവർക്കറിയാം എന്റെ ടാർഗറ്റ് ഇതിലൂടെ പഠിച്ചിട്ടൊന്നും എവിടെയെങ്കിലും എത്തലല്ല. അതാണ് അവരുടെ ആവറേജ് മൈൻഡ് സെറ്റുള്ള ആളുകൾ. അവർ മിക്കവാറും ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു തേർഡ് ബിസിനസ് ഉള്ള ആളുകളായിരിക്കും. നിങ്ങൾ ഡിഗ്രി കോളേജുകളിൽ പോയി നോക്കൂ, അവിടെ അതിന്റെ കൂടെ മറ്റൊരു ഇൻകം സോഴ്സ് ഉള്ള കുട്ടികൾ, പഠനത്തിന്റെ കൂടെ ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടികൾ ഒരിക്കലും ക്ലാസ്സിലെ ടോപ്പ് ലെവൽ മെറിറ്റ് കുട്ടികളായിരിക്കില്ല. ആണോ? ഒരിക്കലുമല്ല. അത് ആവറേജ് ലെവൽ കുട്ടികളാണ്. ഈ കുട്ടികളെയാണ് നമ്മൾ റഫറലിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടത്. നിനക്ക് ഇത് വാങ്ങാൻ കഴിയില്ലേ? നിന്റെ ക്ലാസ്സിലെ 10 കുട്ടികളോട് ഇത് പറഞ്ഞാൽ നിനക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. ഹലോ, നിന്റെ ക്ലാസ്സിലെ 10 കുട്ടികൾക്ക് നീ പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി അവർ ഉപയോഗിച്ചാൽ നിനക്ക് ഈ പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് അവരുടെ മുൻപിൽ നമ്മൾ അവതരിപ്പിക്കേണ്ട അവരുടെ പെയിൻ പോയിന്റിനുള്ള സൊല്യൂഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റുഡൻസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട നമ്മുടെ മാട്രിക്സിന്റെ, എൻട്രൻസ് കോച്ചിങ്ങിന്റെ, 10th ഒക്കെ പ്രോഡക്റ്റിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 2 തലങ്ങളാണ് ഇന്ന് സംസാരിച്ചത്. ഒന്ന് ബിലോ ആവറേജ്, ആവറേജ് ആൻഡ് എബോവ് ആവറേജ് കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം. രണ്ടാമത്തേത് റഫറൽസിന് വേണ്ടി ഇതിലേതു കാറ്റഗറിയെ നമ്മൾ ഫേസ് ചെയ്യണം, അവരോട് നമ്മൾ എങ്ങനെയാണ് ഇത് പറയേണ്ടത്. അവരോട് പറയേണ്ടത് ഒരിക്കലും ഇതിന്റെ നെറ്റ്വർക്കിംഗ് കൾച്ചർ അല്ല, ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ അല്ല, സെക്കൻഡ് ജനറേഷന്റെ ഇൻകം അല്ല. നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളോട് എന്താ അത് പറയാനുള്ള കാരണം? അവർ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. നമുക്ക് അവിടെ യാതൊരു എൻട്രിയും ഇല്ല. നമുക്ക് ഇത്തരം ഒരു പ്രോഡക്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് അവയർനെസ് നൽകുവാൻ നോർമലി ഒരു സ്കൂളിലെ HMO പ്രിൻസിപ്പളോ ക്ലാസ്സിലെ കുട്ടികളെ നമ്മുടെ മുൻപിലേക്ക് തരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപൂർവമായ ചില ബന്ധങ്ങളിലൂടെ നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലായി എന്നതൊഴിച്ചാൽ അല്ലാത്ത രീതിയിൽ പൊതുവെ അനുവദിക്കാറില്ല, എസ്പെഷ്യലി ഗവൺമെന്റ് സ്ട്രീമിൽ. എന്നാൽ ആ ക്ലാസ്സിനകത്തുള്ള, ആ സ്കൂളിനകത്തുള്ള, ആ സയൻസ് ക്ലാസ് റൂമിനകത്തുള്ള ഒരു കുട്ടിക്കോ ഒരു അധ്യാപകനോ ഈസി ആയിട്ട് ഈ വിഷയം പ്രൊമോട്ട് ചെയ്യാം. എങ്ങനെ? ഇത് പഠിപ്പിക്കുന്ന അധ്യാപകൻ രക്ഷിതാവ് ആശങ്കയുമായി വരുന്നു, സാറേ എന്താ ചെയ്യുക, നമ്മൾ ഒരുപാട് നോക്കി വീട്ടുന്ന്, സാറിന് റെഫർ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, സാറിന്റെ ഡയറക്റ്റ് റെഫറൽ ആയിട്ടല്ല, ഇത് ഉപയോഗിക്കുന്ന 1-2 കുട്ടികൾ ഇതിന് നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. ഹലോ, ടീച്ചേഴ്സിലൂടെ നമുക്ക് എടുക്കാവുന്ന റെഫറൻസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സാൻവോ സിറ്റി എന്ന് പ്ലേ സ്റ്റോറിൽ അടിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ വെബ് ആപ്പിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടും. ഞാൻ കാണുന്ന ഏറ്റവും നല്ല സൊല്യൂഷൻ അതാണ് എന്നുകൂടി ഒരു ടീച്ചേഴ്സിന് ഒരു ചെറിയ സ്റ്റെപ്പ് ഇട്ട് രക്ഷിതാവിന്റെ മുമ്പിൽ കൊടുത്താൽ സ്വാഭാവികമായും ആ മീറ്റിങ്ങിന് വന്ന രക്ഷിതാവ് ആ കുട്ടിയുടെ ഒരു പാരന്റ് ആണ് എങ്കിൽ സെക്കൻഡ് പാരന്റിനോട് പോയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ക്ലോസിങ്ങിന് വകയുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്, ആ രക്ഷിതാവുമായി സംസാരിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് 4800 രൂപയോ മാത്സ് പഠിക്കാനോ, ഈ വർഷം സ്കൂളിൽ ആകെ അത്ര ഞാൻ ഫീസ് കൊടുത്തിട്ടില്ല എന്ന് ചിന്തിക്കുന്ന രക്ഷിതാവായിരിക്കും നമ്മുടെ മുമ്പിൽ. ആ രക്ഷിതാവിനോട് നമ്മൾ പറയേണ്ടത്, എൻട്രൻസ് പരീക്ഷയിൽ നിങ്ങളുടെ കുട്ടിക്ക് മെറിറ്റോട് കൂടി അഡ്മിഷൻ കിട്ടിയില്ല എങ്കിൽ 50 ലക്ഷമാണ് അവർക്കൊരു മെഡിക്കൽ സീറ്റ് കിട്ടാൻ നിങ്ങളുടെ ചാർജ്. ഹലോ, അവിടെ നിങ്ങൾ മറ്റൊന്നും ചെയ്തിട്ട് യാതൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. സയൻസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾ മാത്സിൽ 10th മാർക്ക് വാങ്ങിയേ പറ്റൂ. കാരണം +1 അഡ്മിഷൻ എടുക്കുമ്പോൾ SSLCക്കോ CBSE 10th എത്ര മാർക്കുണ്ട് എന്നതല്ല നോക്കുക. നല്ലോണം ശ്രദ്ധിക്കുക, രക്ഷിതാക്കളോട് പറയേണ്ടതാണ്. SSLCക്ക് എത്ര മാർക്കുണ്ട് എന്നതല്ല +1 അഡ്മിഷന്റെ മാനദണ്ഡം. മറിച്ച് നിങ്ങളുടെ കുട്ടി എടുക്കുന്നത് +1 സയൻസ് ആണ് എങ്കിൽ SSLC CBSE 10th മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 4 പേപ്പറുകളിലെ പെർസെൻറ്റേജ് എത്ര എന്നത് +1 സയൻസ് അഡ്മിഷൻ കിട്ടാനുള്ള മാനദണ്ഡമാണ്. ക്ലിയർ ആണല്ലോ? ഈ 4 പേപ്പറിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിൽ നിങ്ങളുടെ കുട്ടിക്ക് 10th എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത്
ടോട്ടൽ പെർസെൻറ്റേജ് ചിലപ്പോ ഒരു കുട്ടിക്ക് 92% ആയിരിക്കാം, അല്ലെങ്കിൽ 85%. കുട്ടികൾ SLCക്ക് റിസൾട്ട് പറയും, എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 85 ഉണ്ട്. ഓക്കെ, സയൻസിന് എത്ര പെർസെൻറ്റേജ് ഉണ്ട്? അത് 54. കാരണം എന്താ? IT ഫുൾ മാർക്ക്, ലാംഗ്വേജിന് ഫുൾ മാർക്ക്, ഹിസ്റ്ററിക്ക് ഫുൾ മാർക്ക്. ഹലോ, ഈ 3 പേപ്പറിന്റെ ഫുൾ മാർക്ക് അങ്ങോട്ട് മാറ്റിയാൽ കുട്ടിയുടെ പെർസെൻറ്റേജ് 55 60 ആയിരിക്കും. ഈ 60യുടെ മാനദണ്ഡം വെച്ച് ഒരിക്കലും അവന് സയൻസിൽ അഡ്മിഷൻ കിട്ടില്ല. ടോട്ടൽ പെർസെൻറ്റേജിന്റെ മാനദണ്ഡം ക്രൈറ്റീരിയയാണ് എന്നതോടൊപ്പം തന്നെ ക്രൈറ്റീരിയയാണ് സയൻസിലെ 4 പേപ്പറിലെ അവരുടെ മാർക്കിന്റെ പെർസെൻറ്റേജ്. ഇതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിജീവനത്തിന്റെ ബാരിയർ. +1 സയൻസിന്റെ അഡ്മിഷൻ. ഇതാണ് രക്ഷിതാക്കളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, രക്ഷിതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും ബെസ്റ്റ് സമ്മാനം അവർക്ക് ഏറ്റവും പ്രശ്നമുള്ള പേപ്പറിനുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കലാണ്. അവർക്ക് പുതിയ ഡ്രസ്സല്ല, മൊബൈലല്ല, ബൈക്കല്ല, മറ്റു സംവിധാനങ്ങളല്ല, മറിച്ച് അവരുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാത്സിൽ കൂടി എനിക്ക് ഈ പെർസെൻറ്റേജ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് സയൻസിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു, എങ്കിൽ എൻ്റെ സ്വപ്നം എനിക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു രക്ഷിതാവിന്റെ കുട്ടിയുടെ മുൻപിൽ ആ രക്ഷിതാവിനോട് ഈ ഇമോഷണൽ പാർട്ടാണ് നമ്മൾ സംവദിക്കേണ്ടത്. അത് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് സമ്മാനം മാത്സിന്റെ ഈ പ്രോഡക്റ്റ് ആണ്. കാരണം അതാണ് കഴിഞ്ഞ 10 വർഷമായി നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പഠിക്കുന്നു. ആ 10 വർഷത്തെ എക്സ്പ്ലോറിംഗ് ഓപ്പർച്യൂണിറ്റി ഈ വർഷത്തെ റിസൾട്ട് ആണ്. നിങ്ങളുടെ കുട്ടിയുടെ കൂടെ പഠിച്ച മുഴുവൻ കുട്ടികളുടെയും രക്ഷിതാക്കൾ അവരുടെ മാർക്ക് ലിസ്റ്റ് എന്റെ കുട്ടിക്ക് 100% അല്ലെങ്കിൽ ഫുൾ A+ കിട്ടി എന്ന് സ്റ്റാറ്റസ് ഇടുമ്പോ, FB അത് ഷെയർ ചെയ്യുമ്പോ നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാൻ കഴിയണമെന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ അങ്ങാടിയിലും നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ ഗേറ്റിന് മുൻപിലും വരുന്ന ഫ്ലക്സിൽ നിങ്ങളുടെ മക്കളുടെ ഫോട്ടോ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും ബെസ്റ്റ് സമ്മാനം ഇതാണ് എന്ന് പറഞ്ഞാൽ, പണ്ടൊരു ചോക്ലേറ്റിന്റെ പരസ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് ഇഷ്ടമില്ല, എന്നിട്ട് നിങ്ങൾ എന്താ അവർക്ക് ഈ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാത്തത് എന്ന്. ഇതൊരു രക്ഷിതാവും കുട്ടിയും ഒരുമിച്ച് പരസ്യം കാണുമ്പോൾ, പരസ്യം കഴിഞ്ഞാൽ ഉടനെ കുട്ടി രക്ഷിതാവിന്റെ മുഖത്തേക്ക് നോക്കും, എന്താ പപ്പ വാങ്ങിത്തരാത്തത്, എന്നോട് ഇഷ്ടമില്ല എന്ന്. ഇത് തന്നെയാണ് ഈ രക്ഷിതാവും കുഞ്ഞും ഒരുമിച്ചിരുന്ന് പ്ലാൻ കൊടുക്കുമ്പോൾ അവരോട് നമ്മൾ സംസാരിക്കേണ്ടത്. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അക്കാദമികമായ സമ്മാനം അവരുടെ ഏറ്റവും വലിയ പ്രശ്നത്തിന് സൊല്യൂഷൻ കൊടുക്കലാണ്. ഒരു 5 വർഷം മുൻപ് ഒരു പ്രോഗ്രാമിൽ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റിലെ ഹൈലൈറ്റ് അടക്കമുള്ള ടോപ്പ് ബിസിനസ്സുകാരുടെ ഓണേഴ്സിന്റെ ഒരു NGO ഉണ്ട്. അവരുടെ ഒരു ഇവന്റിന് വേണ്ടി പോയപ്പം അവരുടെ ട്രഷറർ വളരെ രസകരമായ ഒരു അനുഭവം പറഞ്ഞു. ഒരാള് ഹജ്ജിന് വന്നു, 3 ദിവസമായിട്ട് അയാൾക്ക് ഒരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവിടുന്ന് അയാൾ ഏറ്റവും ആദ്യമായിട്ട് ഒട്ടകത്തിന്റെ ഒരു മാംസം കഴിച്ചു. അതിന്റെ ഒരു ചെറിയ പാർട്ട് പല്ലിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് വേദന സഹിച്ച് നടക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം പറയാം, ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് ഒരു ടൂത്ത് പിക്ക് എടുത്ത് അയാൾക്ക് കൊടുത്തു, അയാളുടെ പ്രശ്നം തീർന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ 3 ദിവസം ഞാൻ അനുഭവിച്ച വേദനക്കുള്ള സൊല്യൂഷനാണ് ഈ ടൂത്ത് പിക്ക് എനിക്ക് നൽകിയത് എന്ന്. ഇതാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന ക്രൈസിസ്. 1-ാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ രക്ഷിതാക്കൾ പറയും, ടീച്ചേഴ്സ് പറയും, ക്ലാസ് റൂം എന്ന് പറയും, മാത്സ് നല്ലവണ്ണം ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ പ്രശ്നമാവും. ഇത് കേട്ട് 5-ാം ക്ലാസ് എത്തിയപ്പോക്ക് മാത്സ് വലിയൊരു പ്രശ്നമാണ് എന്ന ഇമാജിനേഷനാണ് കുട്ടികളുടെ ഉള്ളിലുള്ളത്. കാരണം മാത്സ് വലിയൊരു പ്രശ്നമായിട്ടാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. മാത്സിലെ അധ്യാപകൻ വലിയൊരു സംഭവമായിട്ടാണ് അവരുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടത്. മാത്സ് നിങ്ങൾക്ക് കടിച്ചാൽ പൊട്ടാത്ത വിഷയമാണ് എന്നാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. അവരുടെ ബ്രെയിൻ ഓൾറെഡി മാത്സ്, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ പഴയ ടൈം ടേബിൾ ആലോചിച്ച് നോക്കൂ, ഫസ്റ്റ് പീരീഡ് മാത്സ് ആയിരുന്നു. അതെന്താ കാരണം? 3-ാം പീരീഡും 4-ാം പീരീഡൊന്നും അത് ദഹിക്കൂല, ഉച്ചയ്ക്ക് ശേഷം അത് വർക്കൗട്ട് ആവൂല എന്ന ബിലീഫ് സിസ്റ്റം ഓൾറെഡി മക്കളുടെ ഉള്ളിലേക്ക് കൊടുത്തു. കറക്റ്റ്. അതുകൊണ്ട് മാത്സ് നിങ്ങൾ പഠിക്കണമെങ്കിൽ എപ്പോ പഠിക്കണം? അത് വൈകുന്നേരം പഠിച്ചു കഴിഞ്ഞാൽ അത് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കണം. അങ്ങനെ ഇതൊരു ഭീതിതീയമായ അന്തരീക്ഷമായി അവതരിപ്പിക്കപ്പെട്ട കുട്ടികളുടെ മുമ്പിൽ നെവർ, ഇതൊരിക്കൽ, അത് സലീം ഫൈസൽ സാറിന്റെ ക്ലാസ്സിലേക്ക് ഇന്ററാക്ട് ചെയ്താൽ മനസ്സിലാവും,
ഇത് വളരെ രസകരമായ ഒരു മേഖലയാണ്. നിങ്ങൾക്കൊരു ഗെയിമിഫിക്കേഷൻ മോഡിൽ എങ്ങനെ ഇതിനെ വർക്കൗട്ട് ചെയ്യാം. നമ്മൾ ഏറ്റവും നല്ല ഇവന്റുകൾ ഈ വിഷയത്തിൽ നമുക്ക് സംഘടിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്. സലീം സാറിനെ വെച്ച് നല്ല ഇവന്റുകൾ സ്റ്റുഡൻസിന് വേണ്ടി തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഡിസ്കഷൻ നടക്കുന്നു. എനിവേ, മാത്സ് ഒരിക്കലും ഒരു കീറാമുട്ടിയല്ല. ഇതൊരു സിമ്പിളായ ടെക്നിക്കിലൂടെ, ട്രിക്കിലൂടെ രസകരമായി നേടിയെടുക്കാവുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് എന്ന് അവരിലേക്ക് ഇന്ററാക്ട് ചെയ്യാൻ, രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയുക. ഇമോഷണലി കുട്ടികളുമായി ലിങ്ക് ചെയ്യുക. എസ്പെഷ്യലി രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു വീട്ടിൽ പോയിട്ടാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുന്നത് എങ്കിൽ, നിങ്ങളുടെ മക്കൾ എവിടെ, അവരെ കൂടി ഒരു 10 മിനിറ്റ് ഇരുത്തൂ എന്ന് പറഞ്ഞ് അവരെ കൂടി ഈസി ആയിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള വിഷയം ഏതാണ്, നിന്റെ പഠനത്തിൽ ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള വിഷയം ഏതാണ്, ഈ വർഷം എഴുതുന്ന എക്സാമിൽ നിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന, പേടിപ്പെടുന്ന വിഷയം ഏതാണ് എന്ന ചോദ്യത്തിന് അവർക്കൊരു ഉത്തരമേ പറയാനുണ്ടാവൂ. ആ ഉത്തരത്തിനുള്ള സൊല്യൂഷനാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് ബോധ്യപ്പെടുന്നതോടുകൂടി 4000 പ്ലസ് GST എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. കാരണം ആ എമൗണ്ട് ചെറുതായത് കൊണ്ടല്ല, വലുതല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇതൊരു വലിയ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. ആരെങ്കിലും രോഗിയായി കിടക്കുന്ന പിതാവിന് വേണ്ടി വാങ്ങുന്ന മെഡിക്കേറ്റഡ് ബെഡിന്റെ വിലയിൽ ബാർഗെയിൻ ചെയ്യാറുണ്ടോ? അപകടത്തിൽ സംഭവിച്ച് വീൽ ചെയറോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് വടിയോ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ ബാർഗെയിൻ ചെയ്യാറുണ്ടോ? ഇല്ല. കാരണം എന്താ? അതൊരു എമർജൻസി പ്രോഡക്റ്റ് ആണ്. ആ എമർജൻസി പ്രോഡക്റ്റ് ആയിട്ടാണ് എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ മുമ്പിൽ നമ്മൾ ഇതിനെ അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ അവതരിപ്പിക്കാൻ നമുക്ക് സാധ്യമായാൽ നമ്മുടെ ബിസിനസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ ബെസ്റ്റായി അത് ഡെവലപ്പ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു ഓൾ.